ശ്രീരാഘവരം സഭായോഗത്തിൻ്റെ 1232 മഹാവേദവചനം വാർഷിക സഭയ്ക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്നത് നമുക്കൊക്കെ ബഹുമാന്യനായ ശ്രീരാഘവരം സഭായോഗത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ജഗദ്ഗുരു ശ്രീമദ് ശങ്കര സുരേശ്വരാചാര്യ പരമ്പര നടുവിൽ മഠം ഇളമറ സ്വാമിയാർ ശ്രീമദ് അച്യുതഭാരതി സ്വാമി തൃപാദങ്ങളാണ്. ശ്രീമദ് അച്യുതഭാരതി സ്വാമി തൃപാദങ്ങളെ ഏറെ സ്നേഹത്തോടെ വലിയ ആദരവോടുകൂടി അനുഗ്രഹ ഭാഷണത്തിനായി ശ്രീരാഘവരം സഭായോഗം അഭ്യർത്ഥിക്കുകയാണ്. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. പല സമ്മേളനങ്ങളും ഉണ്ടാവും. എന്നാൽ അതിൽ വച്ച് ഈ പരിപാടിക്ക് കുറച്ചധികം മഹത്വമുണ്ട്. കാരണം ഒരേ മനസ്സോടുകൂടിയാണ് എല്ലാവരും വന്നു ചേർന്നേക്കുന്നത്. ആ സനാതന ധർമ്മ സംരക്ഷണം, അതിന് പ്രധാനമായിട്ട് വേണ്ടത് വേദസംരക്ഷണം. വേദോഖിലോ ധർമ്മമൂലം. വേദം സംരക്ഷിച്ചാൽ മറ്റെല്ലാം സംരക്ഷിച്ച പോലെയാവുന്ന. അതുകൊണ്ട് വേദത്തിന് പ്രാധാന്യം. ആ വേദത്തെ സംരക്ഷിക്കാം, വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിച്ച് അങ്ങനെ എല്ലാവർക്കും നന്മ വരുത്താം. ഇത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ഈ സഭായോഗത്തിന് മറ്റൊരു വൈശിഷ്ട്യവും കൂടി കാണുകയാണ്. ആചാര്യസ്വാമികൾ ജീവിച്ചിരുന്ന കാലത്താണ് ഇതിൻ്റെ സ്ഥാപനം. ആചാര്യസ്വാമികൾ സമാധിയായിട്ട് 2005 വർഷം കഴിഞ്ഞു. 2205 വർഷം കഴിഞ്ഞു. ഇത് 232 ഇതിൻ്റെ വാർഷികം. അപ്പോൾ ആചാര്യസ്വാമികളുള്ള കാലത്ത് തന്നെയാണ് ഇതൊക്കെ സ്ഥാപിച്ചും പ്രവർത്തിച്ചിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ധർമ്മസ്ഥാപനത്തിന്, വൈദിക ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ച ആചാര്യസ്വാമികളുടെ കാലത്ത് തന്നെയാണ് ഇതിൻ്റെ സ്ഥാപനം. അത് കുറേയധികം വൈശിഷ്ട്യം തരുന്നു. നമ്മളും ഈ സഭായോഗത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഈ വേദ സംരക്ഷണം. അതിനായിട്ട് പാഠശാലകളും അതിനോടനുബന്ധിച്ച് മറ്റ് പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. എത്രയോ ആളുകൾ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാരെല്ലാം ഇതിന് പ്രയത്നിക്കുന്നുവോ അവർക്കെല്ലാ നന്മയും പ്രാർത്ഥിക്കുക. ആചാര്യസ്വാമികളുടെ അവതാര കാലത്ത് വേദങ്ങളുടെ ശരിയായിട്ടുള്ള അർത്ഥം അറിയണ ആൾക്കാർ തന്നെ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു വെറും കർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇത് മാത്രമാണ് വേദം പറയണത്. എങ്ങനെയുള്ള പലതരത്തിലുള്ള യജ്ഞങ്ങൾ, ഹിംസാപരങ്ങളായിട്ടുള്ള യജ്ഞങ്ങൾ പോലും അതാണ് ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നവരാണ്. അതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ വേദത്തിലെ ആ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ, എന്താണ് അതിൻ്റെ സന്ദേശം എന്നറിയാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവരെ നേരെ വഴിക്ക് നടത്താനാണ് ബുദ്ധദേവൻ്റെ അവതാരം. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൻ്റെ താല്പര്യമൊന്നും ആദ്യം മനസ്സിലാക്കിയില്ല. വേദങ്ങളെ നിഷേധിക്കുക, അങ്ങനെ സാർവശാസ്ത്രങ്ങളെ നിഷേധിക്കുക എന്നൊരു തെറ്റായിട്ടുള്ള പ്രവണത വന്നു. ഭഗവാൻ ഉപദേശിച്ചതല്ല.
പക്ഷെ അത് മനസ്സിലാക്കാതെ ആൾക്കാർ തെറ്റായിട്ട്. പക്ഷെ പിന്നെ ആൾക്കാർ വന്നപ്പോൾ എന്തായി? എല്ലാ പഴയ ശാസ്ത്രങ്ങളെയും സനാതന ധർമ്മത്തെയും ഉപേക്ഷിക്കുക, അതിന് വിരുദ്ധമായിട്ട് പെരുമാറാന്ന് തോന്നി. അങ്ങനെ ആകെ കലുഷമായി അറിയണ ആൾക്കാർ പോലും തെറ്റായിട്ട് വേദത്തെ വ്യാഖ്യാനിച്ച് വേദത്തിലെ കർമ്മത്തെക്കുറിച്ച് മാത്രമാണ് പറയണത്. അതിൽ ഉപാസനയോ ജ്ഞാനകാന്ഡോ ഒന്നുമില്ല എന്ന് പറഞ്ഞു മീമാംസകന്മാർ. പിന്നെ അതിൽ ആ മന്ത്രങ്ങൾക്ക് എന്താ അർത്ഥം? അതൊക്കെ വേറെ അർത്ഥവാദങ്ങൾ, വേദാന്തമെല്ലാം അർത്ഥവാദങ്ങൾ. കർമ്മത്തെക്കുറിച്ച് എന്ത് പറയണോ അത് മാത്രം ശരിയായിട്ടുള്ള വേദം എന്നൊക്കെ തന്നെ വ്യാഖ്യാനിച്ചു തരുന്നു. അപ്പം അതല്ലാന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങനെയാണ് കാലടിയിൽ ഭഗവാൻ തന്നെ അവതരിച്ചത്. എല്ലാ ദിക്കിലും സഞ്ചരിച്ച് അനേക ശിഷ്യന്മാരോടുകൂടി സഞ്ചരിച്ച് വലിയ വലിയ പണ്ഡിത സദസ്സുകളിൽ ചെന്ന് നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റാണ്, ഇതാണ് ശരിയായിട്ടുള്ള വ്യാഖ്യാനം, വേദത്തിൻ്റെ സാരം ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറയും. അങ്ങനെ അവരുടെ സംശയം മുഴുവൻ തീർത്തു കൊടുത്തു. കാര്യം ശരിയായിട്ട് മനസ്സിലായപ്പോൾ അവരെല്ലാം ആചാര്യരുടെ ആ വാക്കുകളിൽ വിശ്വസിച്ച് ഗുരുവായിട്ട് തന്നെ സ്വീകരിച്ചു. അങ്ങനെ അനേക ശിഷ്യന്മാർ. അതേവരെയൊക്കെ വേദങ്ങൾക്ക് ശാസ്ത്രങ്ങൾക്കൊന്നും വ്യാഖ്യാനമില്ല. വ്യാഖ്യാനമുണ്ടെങ്കിൽ ഗുരു പറഞ്ഞു കൊടുക്കും, അത് കേട്ട് ധരിക്കാന്നല്ലാണ്ട് ഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കലില്ല. അങ്ങനെ ആവുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ എല്ലാം തെറ്റായിട്ടുള്ള വ്യാഖ്യാനം വന്ന് വേദാർത്ഥം അറിയാൻ സ്വതേ തന്നെ വളരെ ദുർഗ്രഹമാണ്. അപ്പോൾ അത് തീരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരും എന്ന് വിചാരിച്ചാണ് ആചാര്യസ്വാമികൾ ഭാഷ്യങ്ങൾ നിർമ്മിച്ചു. പ്രധാനമായിട്ട് വേദാന്ത സൂത്രങ്ങൾക്ക് ഭാഷ്യം, ഉപനിഷത്തുകൾക്ക്, ഈ രണ്ടെണ്ണം ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ സർവ വേദാന്ത ഉപനിഷത്ത് സാരമായിട്ടുള്ള ഭഗവത്ഗീതയ്ക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്തത്. അതിനുമുമ്പ് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായിട്ടില്ല, എഴുതി വച്ചതില്ല. ഗുരു പറയണോ ശിഷ്യൻ ഗ്രഹിക്കണം. അത് പോരാന്ന് വിചാരിച്ചിട്ട് ഭാഷ്യങ്ങൾ നിർമ്മിച്ച് അത് ശിഷ്യന്മാരെ പഠിപ്പിച്ച് ഈ വേദത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി ആചരിക്കാനായിട്ട് 4 മഠങ്ങൾ, ഭാരതത്തിൻ്റെ 4 ഭാഗത്തായിട്ട് ഓരോ മഠം സ്ഥാപിച്ചു, അവരെ ഏൽപ്പിച്ചു. അങ്ങനെ ആ വേദാന്തം വ്യാഖ്യാനിക്കുന്ന ഒരു പരമ്പര ഇന്നും നടന്നു വരിക. ആ മഠങ്ങളൊക്കെ ഇന്നുമുണ്ട്. മറ്റ് പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലൊക്കെ കാണുന്ന പല സ്ഥലങ്ങളും സ്ഥാപനങ്ങളൊന്നും ഇന്നുണ്ടാവില്ല. ഈ മഠങ്ങൾ നമുക്ക് ഇന്ന് പോയാലും കാണാൻ പറ്റും. അങ്ങനെ ആചാര്യസ്വാമികൾ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ് സ്വധാമ ഗമനം, അതിൻ്റെ സമയമായി തൃശ്ശൂരിലെ വടക്കുംനാഥനിൽ ഇന്നും കാണാം. അവിടെ ചക്ര ശംഖസ്ഥാനങ്ങളൊക്കെ അവിടെ വച്ചു. അപ്പോഴാണ് ശിഷ്യന്മാർ 4 ആൾക്കാർ പ്രധാനികൾ ആചാര്യസ്വാമികളെ സേവിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്നു. അപ്പോഴാണ് വിശേഷിച്ച് കേരളത്തിലെ സന്യാസ സമ്പ്രദായമോ സന്യാസമോ ഇതൊന്നുമില്ല, കേരളത്തിലെങ്ങുമില്ലാതെ ഒരവസ്ഥ. അതിവിടെ വേണമെന്ന് അവരോടൊന്ന് പറഞ്ഞു. അതിനെ മാനിച്ചുകൊണ്ടാണ് 4 ശിഷ്യന്മാർ തൃശ്ശൂരിലെ വടക്കുംനാഥൻ്റെ മുമ്പിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. അതിൽ നടുവൽ മഠം ആണ് സുരേശ്വര ആചാര്യര്, തെക്കേ മഠമാണെങ്കിൽ പത്മപാദാചാര്യര്, പിന്നെ ഇടയിൽ മഠം എന്നൊരു മഠം ഉണ്ടായിരുന്നു, അത് തൃക്കൈക്കാട്ടേക്ക് മാറിയെന്നു മാത്രം. തോടക ആചാര്യര്, വടക്കേ മഠം ഹസ്താമലകൻ. ഇങ്ങനെ 4 മഠങ്ങൾ സ്ഥാപിച്ചു. അതിൽ ഒരു മഠം ശിഷ്യന്മാരെ കിട്ടാത്ത കാരണം അത് വേദപാഠശാലയാക്കി മാറ്റി. ഇന്നും അവിടെ വേദപഠനം നടന്നുകൊണ്ടിരിക്കുന്നു. വേദമുണ്ടെങ്കിലല്ലേ വേദാന്തമുള്ളൂ. അപ്പം അതുകൊണ്ട് വേദപാഠശാലയായിട്ട് ഇന്നും പ്രവർത്തിക്കുന്നു. ഇടയിൽ മഠം, തെക്കേ മഠത്തിൻ്റെയും നടുവൽ മഠത്തിൻ്റെയും ഇടയിലുണ്ടായിരുന്ന മറ്റൊരു മഠം, അത് തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠമായിട്ട് മാറി. അതും ഇന്ന് നിലനിൽക്കുന്നു. തൃശ്ശൂരിൽ 4 മഠങ്ങളിൽ 2 മഠങ്ങൾ സന്യാസി മഠങ്ങളായിട്ട്. അതിൽ സുരേശ്വരാചാര്യർ സ്ഥാപിച്ചതാണ് നടുവൽ മഠം. അഹം ബ്രഹ്മാസ്മി എന്ന് മഹാവാക്യം അവിടെ യജുർവേദത്തിലെ. അതിൽ ആദ്യത്തെ സ്വാമിയാരാണ് വില്വമംഗലം സ്വാമിയാർ.
സുരേശ്വര ആചാര്യരുടെ അടുക്കൽ നിന്ന് സന്യാസം സ്വീകരിച്ച് നടുവിൽ മഠം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ആളെ അവരോധിച്ചിട്ടില്ല. ആദ്യത്തെ സ്വാമിയാരാണ് വില്ലുമംഗൽ. അദ്ദേഹത്തിൻ്റെ മാതൃഗൃഹം കാസർഗോഡ് അനന്തപുരത്ത്. അവിടെ വച്ചാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്, ഇനി അങ്ങക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അനന്തപുരത്ത് വന്നോളാൻ, അനന്തൻ കാട്ടിൽ. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ട് അനന്തൻ കാട്ടിൽ ഭഗവാനെ ദർശിക്കുന്നു. പോണ വഴിക്ക് പല ക്ഷേത്രങ്ങളും ദർശിച്ചു, പലരെ അനുഗ്രഹിച്ചു. പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠകൾ പോലും നടത്തി അനേകം ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി ചെയ്ത് അവിടെ താമസിച്ചു. ഈ ക്ഷേത്രങ്ങളൊക്കെ നടുവിൽ മഠത്തിന് സംഭാവന ചെയ്തു അതിൻ്റെ ഉടമസ്ഥന്മാർ. അതിന്നും നടുവിൽ മഠത്തിൻ്റെ ക്ഷേത്രങ്ങളായിട്ട് തന്നെയാണ് നിലനിൽക്കണേ. ഉടമസ്ഥൻ നടുവിൽ മഠത്തിലെ സ്വാമിയാർ തന്നെ. അങ്ങനെ അനന്തപുരത്ത് ഭഗവാനെ കാണുന്നു. വലിയ വനത്തിൽ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അങ്ങനെ വലിയ രൂപത്തിൽ കാണിച്ചു കൊടുത്തു. പിന്നെ സ്വാമിയാരുടെ പ്രാർത്ഥന അനുസരിച്ച് ചെറിയ രൂപമായി. അതാണ് ഇന്ന് കാണുന്ന രൂപം. ഇന്ന് കാണുന്ന ഭഗവാന്റെ രൂപം വില്ലുമംഗലം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെ തന്നെയാണ് അവിടെ ക്ഷേത്രത്തിൽ ശാന്തിക്കായിട്ടും അവിടെ നിയോഗിച്ചു. ക്ഷേത്രം പണിയേണ്ട കാര്യങ്ങളൊക്കെ വലിയ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു, നാടുവാഴികളെ ഏൽപ്പിച്ചു. വില്ലുമംഗലം അവിടെ ആദ്യമായിട്ടൊരു പൂജ ചെയ്തു, പുഷ്പാഞ്ജലി ചെയ്തു. അന്ന് മുതലക്കാണ് വില്ലുമംഗലത്തിൻ്റെ പരമ്പരയ്ക്ക് അവിടെ പുഷ്പാഞ്ജലി വന്നത്. അദ്ദേഹം അവിടെ പുഷ്പാഞ്ജലി ചെയ്തു. പിന്നെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച് മിത്രാനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു 300 മീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തായിട്ട്. അതൊക്കെ വില്ലുമംഗലം തന്നെ വന്നതിന് ശേഷം വന്നതാവാം ആ ക്ഷേത്രങ്ങളൊക്കെ. അവിടെയാണ് വില്ലുമംഗലത്തിൻ്റെ സമാധി. അദ്ദേഹം സമാധിയായ സ്ഥലത്ത് അദ്ദേഹം പൂജിച്ചേർന്ന് വിഗ്രഹമൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ സമാധിയുടെ മുകളിലാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം. ഭാഗ്യം കൊണ്ട് ആ പരമ്പരയിൽ ചേരാനും എന്നും ഭഗവാനെ പൂജിക്കാനും പുഷ്പാഞ്ജലി ചെയ്യാനും പത്മനാഭസ്വാമിക്ക് ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെയുള്ള ആ ഗുരുക്ക് പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാവും, ആ ഒരു പുണ്യം കൊണ്ടാവും ഇവിടെ ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരാനും ഈ സഭായോഗത്തിൻ്റെ പരിപാടികളിൽ, വാർഷിക പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അവിടെ ശമ്പര മുനിയുടെ ആശ്രമം തൃച്ചംബരം, അവിടെയാണ് ആചാര്യസ്വാമികളൊക്കെ വന്നപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, ശിഷ്യന്മാരോടുകൂടി ഇവിടെ താമസിക്കണം. അങ്ങനെയാണ് 4 മഠങ്ങൾ തൃച്ചംബരത്തും വന്നത്. എല്ലാ സ്വാമിമാരും, പണ്ടൊക്കെ കുറേ സ്വാമിമാരുണ്ടാവും ഓരോ മഠത്തിലും, എല്ലാവരും കൂടി ഒന്നിച്ചു കൂടും. അങ്ങനെയുള്ള സ്ഥലമാണ്. 4 മഠങ്ങളുണ്ട്. അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ സ്വാമിമാരുടെ എണ്ണം കുറഞ്ഞു, സഞ്ചരിക്കാനൊക്കെ ആളുകളില്ലാതായി. ആ പുഷ്പാഞ്ജലി കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കാവുന്നൊരവസ്ഥ വന്നു. ഏതായാലും ആചാര്യസ്വാമികളുടെ ആ ശിഷ്യന്മാർ അവിടെ 4 മഠം, തൃശ്ശൂരുള്ള പോലെ 4 മഠങ്ങൾ തൃച്ചംബരത്ത്. അന്ന് ആചാര്യസ്വാമികൾ ചെയ്തതിൻ്റെ ആ വലിയ പ്രയത്നത്തിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളും തുറന്നു പോരുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ പരമ്പര മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ അതിൽ ശ്രദ്ധയുണ്ടാവും. നമ്മൾ ആരെല്ലാം അതിൽ ഭാഗഭാക്കുകളാവണോ അവരൊക്കെ എത്ര പുണ്യം ചെയ്ത ആളുകളാണ്. ഏതായാലും ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് അറിഞ്ഞ് വളരെ സന്തോഷിക്കുന്നു. അവിടെ നടുവിൽ മഠത്തിൻ്റെ ഈ സഭായോഗത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പാഠശാലയാക്കി അവിടെയും പാഠശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
വലിയൊരു സന്തോഷം. അതുകൊണ്ട് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ, സനാതന ധർമ്മ സംരക്ഷണം. എന്താ ഈ ധർമ്മം? പലരും വ്യാഖ്യാനിക്കും, പക്ഷേ കേട്ട ആളുകൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ചില ധാതുവിൻ്റെ അർത്ഥം പറയും, പിന്നെ അതിൽ നിന്ന് ശബ്ദം ഉണ്ടായി, വ്യാകരണ കാര്യങ്ങൾ. ഒരാചാര്യൻ ഭാഗവതത്തിനൊരു വ്യാഖ്യാനം എഴുതി. അതിൽ ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമഃ എന്ന് വ്യാഖ്യാനിച്ചപ്പോൾ ശരിയായിട്ടുള്ളൊരു നിർവചനം അതിന് തന്നു. വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ. ഇതാണ്. അപ്പം പിന്നെ ഇത് മനസ്സിലാക്കിയാൽ എന്താ ധർമ്മം ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാം. നല്ലൊരു നിർവചനമാണ്. ഇതിനേക്കാൾ നല്ല നിർവചനം എളുപ്പത്തിൽ മനസ്സിലാവാനുള്ളത് ആരും പറഞ്ഞിട്ടില്ല. വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ. വേദശാസ്ത്രങ്ങളിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ധർമ്മം. ചെയ്യരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അധർമ്മം. വേദപ്രണിഹിതോ ധർമ്മ ഹ്യധർമ്മ തദ് വിപര്യേഹ. ഇതാണ് ശാസ്ത്രങ്ങളിൽ തന്നെ. ഒരു വൈദ്യനാണെങ്കിൽ രോഗിയോട് പറയും, ഇന്നെ ഔഷധങ്ങൾ ഇന്ന സമയത്ത് ഇന്ന മാത്രയിൽ കഴിക്കൂ. അത് വേണ്ട പോലെ കഴിക്കലാണ് രോഗിയുടെ ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നല്ല, കാലം കൊണ്ട് മാറ്റം വരും. അതിനാണ് കർത്തവ്യ നിർവഹണം. അപ്പോൾ വൈദ്യൻ്റെ ആ വാക്കുകൾ വേണ്ട പോലെ അനുസരിക്കലാണ് രോഗിയുടെ കർത്തവ്യം. വൈദ്യൻ ഒരു 4 കർത്തവ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25 അകർത്തവ്യം പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന് ചെയ്യരുതെന്ന്. അതൊക്കെ അധർമ്മം. ആ അധർമ്മത്തെ ഒഴിവാക്കിയാൽ തന്നെ ധർമ്മത്തിൽ നമുക്ക് ശ്രദ്ധ വന്നോളും. ധർമാചരണത്തിന് വളരെ എളുപ്പം. അത് വഴിവിട്ട് പോകുമ്പോഴാണ് വളരെ വളരെ വിഷമങ്ങൾ, ദുരിതങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ അതൊക്കെ തീരാനായിട്ടാണ് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും. അതിൻ്റെ സംസ്ഥാപകനായിട്ട് എന്താണ് ശരിയായിട്ടുള്ള വേദത്തിൻ്റെ അർത്ഥം എന്ന് ഉപദേശിച്ചു തന്നെ അദ്വൈത ആചാര്യൻ്റെ ആ പരമ്പര അതിൽ നമുക്ക് വന്നു ചേരാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നു. വലിയ ഭാഗ്യമായിട്ട് കരുതാം. എല്ലാ ധർമ്മങ്ങളും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീരാഘവരം സഭായോഗത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വൈദിക സംസ്കൃതിയുടെ അനിവാര്യതയെക്കുറിച്ചും ശങ്കരമഠങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം പ്രതിപാദിക്കുകയും ശ്രീരാഘവരം സഭായോഗത്തെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത ശ്രീമദ് അച്യുതഭാരതി സ്വാമി തൃപാദങ്ങളുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട്